ഹലോ നമസ്കാരം. എല്ലാവർക്കും ആസ്പിരൻസ് പീഡിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ISROയുടെ 100ാമത് വിക്ഷേപണമായ NVS-02നെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വരുന്ന മത്സര പരീക്ഷകൾക്കെല്ലാം എന്തായാലും ഒരു ചോദ്യമെങ്കിലും ഈ ഒരു ഭാഗത്തു നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണാൻ ശ്രമിക്കുക. നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം. ISRO ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ 1969 ഓഗസ്റ്റ് 15-നാണ് സ്ഥാപിതമായത്. ബംഗളൂരുവിലെ അന്തരീക്ഷ ഭവനാണ് ISROയുടെ ആസ്ഥാനം. ബഹിരാകാശത്തെ മഹാത്മാഗാന്ധി എന്നറിയപ്പെടുന്ന വിക്രം സാരാഭായിയാണ് ISROയുടെ ആദ്യത്തെ ചെയർമാൻ. നിലവിലെ ചെയർമാൻ ഇന്ത്യയുടെ ക്രയോമാൻ എന്നറിയപ്പെടുന്ന ഡോക്ടർ V നാരായണനാണ്. 1979 രോഹിണിയിൽ തുടങ്ങി ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുമുള്ള ISROയുടെ 100ാമത് വിക്ഷേപണമാണ് NVS-02. 2025 ജനുവരി 29-ാം തീയതി ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നും GSLV F-15-ലാണ് NVS-2 വിജയകരമായി വിക്ഷേപണം പൂർത്തിയാക്കിയത്. ISROയുടെ 100ാമത് വിക്ഷേപണമായ NVS-02 ഇന്ത്യയുടെ നേവിക് സീരീസിലെ രണ്ടാമത്തെ ഉപഗ്രഹമാണ്. സമയനിർണയത്തിനായി ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഒരു അറ്റോമിക് ക്ലോക്കും ഇതിൽ ഉൾപ്പെടുന്നു. NVS-02ന്റെ വിക്ഷേപണ വാഹനമായ GSLV അഥവാ ജിയോ സിങ്ക്രണസ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ ക്രയോജനിക് സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. F-15 എന്ന റോക്കറ്റിലാണ് ഈ നാവിഗേഷൻ സാറ്റലൈറ്റ് വിക്ഷേപിച്ചിരിക്കുന്നത്. ഈ ഒരു വിക്ഷേപണത്തോടെ ആകെ 548 ഉപഗ്രഹങ്ങളാണ് ISRO വിജയകരമായി വിക്ഷേപണം പൂർത്തിയാക്കിയത്. എന്താണ് നേവിക്? നേവിക് അഥവാ നാവിഗേഷൻ വിത്ത് ഇന്ത്യൻ കോൺസ്റ്റലേഷൻ എന്നത് 7 ഉപഗ്രഹങ്ങളുടെ ഒരു കൂട്ടമാണ്. അമേരിക്കയുടെ GPS-ന്റെ മാതൃകയിൽ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഒരു സാറ്റലൈറ്റ് സിസ്റ്റമാണ് ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം എന്നറിയപ്പെടുന്ന നേവിക്. വിദേശ സർക്കാരുടെ നിയന്ത്രണത്തിലുള്ള ഉപഗ്രഹങ്ങളെ ആശ്രയിച്ച് അത്യാവശ്യ ഘട്ടങ്ങളിൽ വിവരം ലഭ്യമാകാതെ വരുന്നത് ഒഴിവാക്കാനാണ് ഇത് നിർമ്മിച്ചത്. 7 ഉപഗ്രഹങ്ങളെ ഉൾക്കൊള്ളുന്ന ഇതിൽ 3 എണ്ണം ജിയോ സ്റ്റേഷനറി ഓർബിറ്റിലും, അതായത് ഭൗമോപരിതലത്തിൽ നിന്നും ഏകദേശം 36,000 കിലോമീറ്റർ ഉയരത്തിലും, 4 എണ്ണം ജിയോ സിങ്ക്രണസ് ഓർബിറ്റിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.